ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവുകയാണേ. വേറൊരിടത്തും അല്ല, എൻ്റെ അനിയന് ചെറിയൊരു ആക്സിഡൻ്റ് ആയി. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കറക്റ്റ് പറയുവാണെങ്കിൽ ഇതെൻ്റെ അനിയനല്ല, ഇതെൻ്റെ ചേച്ചിയുടെ മോനാണ്. പക്ഷെ നമ്മളൊരു പ്രായമാണ്, നമ്മൾ സെയിം ഏജ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അനിയനെന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പം അവന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോയി അവനെ കണ്ടു കേട്ടോ. ചെറുതല്ല, കുറച്ച് വലിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കൊണ്ടുപോയപ്പോഴും ഞാൻ തന്നെ ആദ്യം എടുത്ത് കഴിച്ചു. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു വേണമെന്ന്, പക്ഷേ അവൻ വേണ്ടെന്ന് പറഞ്ഞു. അവന് വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം വർത്താനം പറയരുത്. കാരണം ഈ ആക്സിഡൻ്റ് ആയതിനു ശേഷം നമുക്ക് എപ്പോഴും കാണാനൊന്നും പറ്റിയിട്ടില്ല. അവൻ ഫുള്ള് വീട്ടിലാണല്ലോ, അതുകൊണ്ട് പിന്നെ അവനെ കാണാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറേ നേരം നിന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും പപ്പയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൻ്റെ കാലിലെ മുറിവൊക്കെ ഞാൻ അവനൊന്ന് തുടച്ച് അവന് ബീറ്റാഡിൻ്റെ ഓയിൽമെൻ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ തുടയ്ക്കുമ്പോഴൊക്കെ അവന് വേദന ഉണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലെ ഡോക്ടർ അങ്ങ് ഉണർന്നു. ഇത് സഞ്ജുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ, അതായത് സഞ്ജന, എൻ്റെ ചേച്ചിയുടെ മോള്. അപ്പോൾ ഇത്രയും വലിയൊരു കൊച്ചിൻ്റെ കുഞ്ഞമ്മയാണ് ഞാൻ, എൻ്റെ മോളാണ്. ലിറ്ററലി പറയുകയാണെങ്കിൽ അവൾ എൻ്റെ മോളാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അച്ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ചാച്ചനും വാവയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവർ വന്നും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലോട്ടൊക്കെ എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.